അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഒരു റമദാനും കൂടി നമ്മിലേക്ക് അടുത്ത് വരികയാണ്. പ്രിയപ്പെട്ടവരെ, റമദാൻ എന്ന് പറഞ്ഞാൽ റമള് എന്നൊക്കെ പറഞ്ഞാൽ കരിച്ചു കളയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. പല അർത്ഥങ്ങളും അതിനുണ്ടെങ്കിലും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു അർത്ഥമാണ് കരിച്ചു കളയുന്നത്. മനുഷ്യൻ ചെയ്ത തെറ്റുകൾ, കണ്ടു ചെയ്തത് കാണാതെ ചെയ്തത്, അറിഞ്ഞു ചെയ്തത് അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത്, ഇങ്ങനെ വലുതും ചെറുതുമായി ഒട്ടനേകം തെറ്റുകുറ്റങ്ങൾ നമ്മിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ തെറ്റുകളൊക്കെ വിശുദ്ധ റമദാൻ വന്നു പോകുമ്പോഴേക്ക് മുഴുവൻ പൊറുത്തിരിക്കണം. അങ്ങനെ പൊറുത്ത് ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ എങ്ങനെയാണോ ആ കുഞ്ഞിൻ്റെ ഹൃദയമെങ്കിൽ അതുപോലെ സ്ഫുടം ചെയ്ത ഹൃദയമായി മാറണം. അതിനെ എല്ലാവരും പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, പടച്ച റബ്ബേ, ഇന്നാലിന്ന സമയങ്ങളിൽ, ഇന്നാലിന്ന ദിവസങ്ങളിൽ, ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് ഇന്നാലിന്ന തെറ്റുകൾ എൻ്റെ കയ്യിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഓരോ ഈ ദിക്റുകൾ ചൊല്ലുമ്പോഴും ചെയ്ത തെറ്റുകൾ ഓർത്ത് അതൊക്കെ പുറത്തു തരണേ എന്ന് പടച്ച റബ്ബിനോട് മനസ്സുരുകി പറഞ്ഞാൽ എല്ലാ തെറ്റുകളും പടച്ച റബ്ബ് പുറത്തു കൊടുക്കും. അല്ലാഹു തആല 100 ആളെ കൊന്നവന് പോലും പുറത്തു കൊടുത്തവനാണെന്ന് നാം ഓർക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് വരുന്ന വിരുന്നുകാരനാണ്. ആ വിരുന്നുകാരൻ എന്നെ സൽക്കരിക്കൂ, എന്നെ സ്വീകരിക്കൂ എന്നൊന്നും വിളിച്ചു പറയൂല. അത് ഇന്ന് വരുന്നു, പെട്ടെന്ന് പോകുന്നു. അതുകൊണ്ട് നമ്മളാണ് അതിനെ തേടിപ്പിടിച്ച് വിരുന്നുകാരനെ സൽക്കരിക്കേണ്ട പ്രകാരം സൽക്കരിക്കുക. റമദാനിനെ എങ്ങനെ സൽക്കരിക്കും? കഴിയുന്ന ഇബാദത്തുകളെ കൊണ്ട് ധന്യമായി പടച്ച റബ്ബിലേക്കടുത്ത് അള്ളാഹുവിനേക്ക് കേണപേക്ഷിച്ച് നദം അത്തൗബത്തു അന്നദം ഖേദിച്ച് മനസ്സുരുകി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പറയുന്ന ഞാനടക്കം റബ്ബിലേക്കടുക്കണേ, നരകമോചനം നേടണേ, സ്വർഗത്തിൻ്റെ പ്രവേശനം ഉറപ്പുവരുത്തണേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.